യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇപ്പോഴും ഭാവനയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. കണ്ടില്ലേ ഭാവന നിൽക്കുന്നത്? എനിക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അതിന് കാരണവും കാണും. ഒന്ന് ചോദിച്ചോട്ടെ ആന്റി, ശ്രീപ്രിയ എന്തിനാ മടങ്ങിപ്പോവാതെ അവിടെ തന്നെ നിൽക്കുന്നത്? അതെന്റെ ഏട്ടന്റെ മോളാ. അവള് കൂടുതലും നിന്നിട്ടുള്ളത് എന്നോടൊപ്പോ, അല്ലാതെ പുതിയതായിട്ട് വന്നു കയറിയൊന്നുമല്ല എന്ന് കരുതി. എന്റെ മരുമകള് ഭാമയെക്കാളും വലുതൊന്നുമല്ല എനിക്ക് ശ്രീപ്രിയ. മോളെ, ഇനിയെങ്കിലും നീ എന്നെ മനസ്സിലാക്ക്. സത്യമായിട്ടും നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ളതും ദേഷ്യപ്പെട്ടിട്ടുള്ളതും. ഇഷ്ടം കൊണ്ടാ. എന്താ, സ്വന്തം മക്കളെ വഴക്ക് പറയാനും കുറ്റപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അമ്മമാർക്കില്ലേ? എന്നെ മോൾ അമ്മയെന്ന് വിളിച്ചത് സത്യമാണെങ്കിൽ എന്നോടൊപ്പം വരണം. ഭാമേ, പോയി മോളുടെ ബാഗൊക്കെ എടുത്തോണ്ട് വാ. ഞാനല്ലേ വിളിക്കുന്നേ. അബി, കൂടുതലൊന്നും ഭാമയും ഞങ്ങളും ആഗ്രഹിച്ചിട്ടില്ല. കണ്ണ് നിറയാത്തൊരു ജീവിതം, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും ഇവളെ കരയിക്കാതിരിക്കാൻ ശ്രമിക്കുക. അബിയെ മാത്രം വിശ്വസിച്ച് ഒരിക്കൽ കൂടി ഞാൻ ഭാമയെ നിങ്ങളുടെ കൂടെ അയക്കാം. ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എന്താ ഉണ്ടാവുന്നതെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ആന്റി, ജീവിതം എല്ലാവർക്കും ഒന്നല്ലേ ഉള്ളൂ. എന്തിനാ സുന്ദരമായ ജീവിതത്തെ നശിപ്പിക്കുന്നത്? അവരും ജീവിക്കട്ടെ. അങ്ങനെ വേണ്ടേ നമ്മൾ ചിന്തിക്കാൻ. അബി, ഞാൻ കൈയെടുത്ത് തൊഴാം. ഇനിയെങ്കിലും ഭാമയൊന്ന് മനസ്സിലാക്കാൻ നീ നിന്റെ അമ്മയോടൊന്ന് പറ. ഒരിക്കലും ഭാമയിൽ നിന്നൊരു തിക്തനുഭവം നിന്റെ അമ്മയ്ക്കുണ്ടാവില്ല. മതി ഭാവന, ഇനിയും എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഭാമയെ ഞാൻ ഒരു തരത്തിലും ഇനി വേദനിപ്പിക്കില്ല. ഭാമയുടെ സന്തോഷത്തിനു വേണ്ടി ഭാമയുടെ ചടങ്ങ് നല്ല രീതിയിൽ തന്നെ ഞാൻ നടത്താൻ പോവാ. അപ്പം മനസ്സിലാവും എനിക്ക് ഭാമയോടുള്ള സ്നേഹത്തെക്കുറിച്ച്. അതുകൂടി പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. അമ്പാലികെ, ഭാമയെന്നും അവിടെ വേണം സന്തോഷത്തോടെ ജീവിക്കാൻ. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും അതുതന്നെയാ. ഞങ്ങൾക്കാർക്കും ആരോടും ഒരു ദേഷ്യമില്ല. ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ പറഞ്ഞു പോകുന്നത്. വരേണ്ടത് വന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും സന്തോഷത്തോടെ എല്ലാവരും കഴിയണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇവളും കൂടെ വരും. കൊണ്ടുപോകോളൂ. ഭാമേ, ചെല്ല, പോയി നിനക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തോണ്ട് വാ. ശരി അമ്മ. ഭാനു, നീ ഭാമയുടെ കൂടെ ചെല്ല. ശരി അമ്മ. ചേച്ചി വാ. ഭാമ വരും. നിങ്ങളിരിക്കെ അങ്ങളെ ഇരിക്കും. ഗായത്രി,
വരൂ ഏട്ടാ. അല്ല ഗായത്രി, എന്തിനാ ഇവരൊക്കെ വന്നത്? ഭാമയെ വീണ്ടും വിളിച്ചോണ്ട് കൊല്ലാൻ വേണ്ടിയാണോ? ഗായത്രി, നിനക്ക് നിന്റെ മോളുടെ ജീവൻ വേണമെങ്കിൽ ഇനി ഈ കുടുംബത്തിലേക്ക് ഭാമയെ പറഞ്ഞു വിടരുത്. അത്രയ്ക്ക് ഡേഞ്ചറായ ആൾക്കാരെ വരും. ആരാ ഡേഞ്ചർ? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ആദ്യം നിങ്ങൾ വേണം മര്യാദ പാലിക്കാൻ, ഞങ്ങളല്ല. ഗർഭിണിയായ ഒരു പാവം പെണ്ണിനെ മുറിയിലിട്ട് അടച്ച് കൊല്ലാൻ നോക്കിയിട്ട് നിന്ന് ന്യായം പറയുന്നു. എന്താ വല്യമ്മേ, ഇവിടെ ആരെങ്കിലും അഭിപ്രായം പറയാൻ വിളിച്ചോ? വന്നാൽ എന്താടി കുഴപ്പം? എന്തെങ്കിലും വന്നതിന് ശേഷം കൈകാലിട്ട് അടിക്കല്ല വേണ്ടത്, വരുന്നതിന് മുമ്പ് വേണം നോക്കാൻ. എന്നാ ഇനി വേണ്ട. ഞങ്ങൾ പറയാനുള്ളതൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാത്തൊരു സംസാരം ഇനി ഇവിടെ വേണ്ട. ദയവ് ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഓ, ഞങ്ങൾ ഉപകാരമാണോ ഉപദ്രവമാണോ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് ഉടനെ മനസ്സിലാവും മോളെ ഭാവനെ. ഹലോ അമ്പാലികെ. ആ, വിജയപത്മൻ വീട്ടിലാണോ? അതെ, എന്താ അമ്പാലികെ? എനിക്ക് വിജയപത്മന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. സഹായോ? ഞാനെന്ത് സഹായം ചെയ്യാനാ? ആ, ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു വിജയപത്മ. എന്ത് സംഭവം? ഇതിനിടയിൽ അങ്ങനെ കാണുന്നു? അതേ വിജയപത്മ. ആ, എന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഭാമ ഇനി തിരിച്ചു വിളിച്ചോണ്ട് വരാതിരുന്നാ പോരെ? അങ്ങനെ എനിക്ക് മാത്രം ചിന്തിക്കാൻ പറ്റില്ലല്ലോ വിജയപത്മ. പിന്നെന്താ തീരുമാനം? അഭി വന്നു. ഇവിടെ ആകെ പ്രശ്നോ. ഭാമയെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവെന്നാ പറയുന്നേ. അവനെ അത്രയ്ക്കൊക്കെ ഭാമ മാറ്റിയെടുത്തോ? അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ തലവിധി വന്നത്. അല്ല, ഞാനിനിയിപ്പോ എന്താ വേണ്ടേ? വിജയപത്മനും ജാനകിയും കൂടി ഞങ്ങൾ ഭാവനയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് വരണം. അതും അറിയാത്തതുപോലെ. എന്നിട്ട് ഭാവനയുടെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് എന്നോടും അഭിയോടും മോശമായിട്ട് സംസാരിക്കണം, പ്രശ്നം ഉണ്ടാക്കണം. ഞാനപ്പോ ഒടുക്കത്തെ അഭിനയം ഭാവനയോടും ഭാമയോടും കാഴ്ചവെക്കും. അഭിക്ക് ആ വീട്ടുകാരോട് വെറുപ്പുണ്ടാകുന്ന തരത്തിൽ വേണം അവനോട് സംസാരിക്കാൻ. ജാനകിയോടും പറയണം. അത് പറയാം. ജീവിതത്തിൽ ഒരിക്കലും അഭി ഇനി ആ വീട്ടിൽ കാലുകുത്താത്ത വിധം വേണം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ. എന്തു പറയുന്നു? ഓക്കെ, ഇതിലിനി പറയാനൊന്നുമില്ല ബാലികെ. ഞങ്ങൾ അവിടെ കൃത്യമായിട്ടും വന്നിരിക്കും. ധൈര്യമായിട്ട് പൊയ്ക്കോ. ഓക്കെ വിജയപത്മ, താങ്ക് യു. എന്താ പേട്ടാ? ഭാവനയുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നല്ലൊരു അവസരം വന്നിരിക്കുന്നു. മനസ്സിലായില്ല. അത് പൊളിച്ചു പോപ്പേട്ടാ. നമ്മൾ എപ്പോ പൊളിച്ചടക്കി കൊടുത്തു എന്ന് പറഞ്ഞാ മതി. അതെ, എന്നാ പിന്നെ പുറപ്പെട്ടാലോ? അതിന് അവരാദ്യം അവിടെ എത്തട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. എന്താ ഭാവന, നിനക്ക് അനുഭവിച്ചൊന്നും പോരെ? അതോ ഭാമ നിനക്കിപ്പോ ഒരു ഭാരമായി തോന്നിയോ? വെല്ലിച്ച, അതേടി, വലിച്ചു തന്നെയാ ചോദിച്ചത്. എന്താ ചോദിച്ചതിൽ തെറ്റുണ്ടോ? ഭാമയുടെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഈ അമ്പാലിക അവളെ കണ്ണീര് കുടിപ്പിക്കാൻ തുടങ്ങിയതാ. അങ്ങനെ പറയണ്ട ജാനകി, കൃത്യസമയത്ത് തന്നെയാ നിങ്ങൾ വന്നത്. എന്താ അമ്പാലിക, നിങ്ങൾക്ക് നാവില്ലേ? ജാനകി,
വെറുതെ എന്തിനാ ഒരു സംസാരം? ഭാമ ഞങ്ങളെ കൊണ്ടുപോകാനാ വന്നത്. ആ വെറുതെ എങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഭാമയുടെ ജീവിതം നശിച്ചു കാണണമെന്നാണോ? നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ?